തംബ്നെയിലിൽ കണ്ട പോലെ നമ്മൾ ഇന്ത്യക്കാരെല്ലാവരും മിക്ക ദിവസങ്ങളിലും കാണുന്ന ഒരു അമ്പലത്തിലേക്കാണ് നമ്മൾ അടുത്തത് പോകുന്നത്. വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്. കേരള ടു മഹാരാഷ്ട്ര ട്രിപ്പിൻ്റെ എപ്പിസോഡ് 9 ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോഴുള്ളത് ഹംപിയിലെ വിരൂപാക്ഷ ടെമ്പിളിലാണ്. ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് വിറ്റാല ടെമ്പിളിലേക്കാണ്. ഇതുപോലെ തന്നെ വിരൂപാക്ഷ ടെമ്പിളിൻ്റെ മുന്നിൽ കൂടെയുള്ള റോട്ടിലൂടെ നമ്മൾ സ്ട്രെയിറ്റ് വന്നു കഴിയുമ്പോൾ നമ്മൾ നേരെ എത്താൻ വേണ്ടി പോകുന്നത് ഒരു ഗ്രൗണ്ടിലേക്കാണ്. ആ ഗ്രൗണ്ടിൽ നിന്ന് പിന്നെ ഒരു 1.5 കിലോമീറ്റർ നമ്മൾ അവിടെ വണ്ടി വെച്ചിട്ട് നടക്കാനുണ്ട്. ഒരു മഴയൊക്കെ പെയ്തിരിക്കുന്ന സമയമായതുകൊണ്ട് നല്ലൊരു ആംബിയൻസ് ആയിരുന്നു നമ്മുടെ ക്ലൈമറ്റിന്. ഗ്രൗണ്ടിനോട് ചേർന്ന് തന്നെ ഈ ചേച്ചിയുടെ ഒരു ചായക്കട ഉണ്ടായിരുന്നു. അവിടെ നല്ലൊരു കാപ്പി കുടിച്ചു. ബിസ്ക്കറ്റ് മേടിച്ച് കൊടുക്കാൻ വേണ്ടി ഇവൻ കാത്തിരിപ്പുണ്ടായിരുന്നു. ഒരു ചെറിയ ബിസ്ക്കറ്റ് മേടിച്ച് അവനും കൊടുത്തു. ഇതാണ് ഞാൻ ആ പറഞ്ഞ ഗ്രൗണ്ട്. ഇത് ശരിക്കും ഒരു പാർക്കിംഗ് ഏരിയ ആണ്. ഇവിടെ വണ്ടി വെച്ചിട്ട് വേണം നമുക്ക് വിറ്റാല ടെമ്പിളിലേക്ക് നടക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ എല്ലായിടത്തും ഈ പറഞ്ഞ പോലെ ബോർഡ് വെച്ചിട്ടുണ്ടാവും. ഇനി നമുക്കൊരു 1.5 കിലോമീറ്റർ ഈ വഴിക്ക് നേരെ നടക്കാം. ഈ ഇടത്തെ സൈഡിൽ കാണുന്നതാണ് തുംഗഭദ്ര നദി. ഇതിൻ്റെ കരയിലൂടെ വേണം നമുക്ക് ഒരുപാട് ദൂരം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഇവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ദൂരെ ഈ ആഞ്ജനേയ ബെട്ട കാണാൻ പറ്റും. നമുക്ക് നാളെ രാവിലെ സൺറൈസ് കാണാൻ വേണ്ടി അവിടെ പോകാനുള്ളതാണ്. ശരിക്കും ഈ ഒരു പുഴ ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 3 കിലോമീറ്റർ പോലും ഇല്ല ആഞ്ജനേയ ബെട്ടയ്ക്ക്. പക്ഷേ 20 കിലോമീറ്റർ അപ്പുറത്താണ് അടുത്ത പാലം വരുന്നത്. അതുകൊണ്ട് നമുക്ക് ആ വഴിക്ക് തന്നെ പോകേണ്ടി വരും. ചേച്ചിയുടെ കയ്യിൽ നിന്ന് ഈ ഒരു കുക്കുംബർ മേടിച്ച് ഇതും കഴിച്ചുകൊണ്ടാണ് ഇനി മുന്നോട്ടുള്ള നമ്മുടെ യാത്ര. വൈകുന്നേരം ആയതുകൊണ്ട് നല്ല കിടിലൻ ഒരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. ഹംപിയിലൂടെ എതിലെ നടന്നിട്ടുണ്ടെങ്കിലും ഇതുപോലുള്ള പാറക്കെട്ടുകളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ പോകുന്ന വഴിയിലെല്ലാം ഇതുപോലെ ചെറിയ ചെറിയ ഗുഹകളൊക്കെ കാണാൻ കഴിയും. നമ്മളിതൊക്കെ ഒരു ട്രിപ്പ് മൈൻഡിലാണ്, അല്ലെങ്കിൽ ഒരു ടൂറിസ്റ്റ് മൈൻഡിലും ഒരു എക്സ്പ്ലോറിംഗ് മൈൻഡിലേക്കാണ് പോകുന്നതെങ്കിലും ഇവിടെ ഒരുപാട് തീർത്ഥാടകർ വരാറുണ്ട്. ഇത് വിറ്റാല ടെമ്പിളിലേക്ക് പോകുന്ന വഴിയാണെങ്കിലും പോകുന്ന വഴിയിലുടനീളം ഒരുപാട് ഗോപുരങ്ങളും അതേപോലെ തന്നെ ചെറിയ ചെറിയ അമ്പലങ്ങളൊക്കെ വേറെ ഉണ്ട് കേട്ടോ. ശരിക്കും ഈ അമ്പലത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് മെയിൻ റോഡ് വഴി വേറൊരു വഴിയുണ്ട്. അതാകുമ്പോൾ നമുക്ക് ഒരു ഇലക്ട്രിക് വണ്ടിയുടെ സഹായത്തോട് കൂടിയിട്ട് ഈ അമ്പലത്തിൻ്റെ മുന്നിൽ വരെ എത്താനുള്ള ഒരു സെറ്റപ്പ് കൂടി അവർ ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ വഴിക്ക് പോകണമെങ്കിൽ നേരെ വിരൂപാക്ഷ ടെമ്പിളിൻ്റെ മുന്നിൽ നിന്ന് റൈറ്റ് കട്ട് ചെയ്തിട്ട് മെയിൻ റോഡിൽ കൂടി ഒരു 4 കിലോമീറ്റർ പോയിട്ടുണ്ടെങ്കിൽ ഈ അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ എത്താൻ പറ്റും. ഒരു പാക്കറ്റ് കടലയ്ക്ക് 20 രൂപയായിരുന്നു വില. അത് 2 എണ്ണം മേടിച്ചിട്ട് അതും കഴിച്ചുകൊണ്ടാണ് മുന്നോട്ട് നടക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പോകുന്ന വഴിക്ക് ഒരുപാട് അമ്പലങ്ങളുണ്ട്. അങ്ങനെ ഒരു അമ്പലമാണിത്. പക്ഷേ ഇവിടെ പൂജയും കാര്യങ്ങളൊന്നുമില്ല, മൊത്തമായിട്ട് നശിച്ച് കിടക്കുകയാണ്. പണ്ട് ഇവിടെയൊക്കെ പ്രതാപകാലത്ത് ഇവിടെയൊക്കെ എന്തോരം ജനങ്ങളുണ്ടായിരിക്കും. അവിടുന്നും താഴെ ഇറങ്ങി നമ്മൾ മുന്നോട്ട് നടക്കുകയാണ്. ശരിക്കും മറ്റേ വഴി കൂടെ പോകുന്നതിനെക്കാട്ടും എന്തുകൊണ്ട് ഭംഗിയുള്ളൊരു റൂട്ടാണ് കേട്ടോ ഇത്.
ഈ പോകുന്ന വഴിക്ക് ഇതേപോലെയുള്ള ഒരുപാട് മണ്ഡപങ്ങളും അമ്പലങ്ങളും കാണാനും പറ്റും. നല്ലൊരു ക്ലൈമറ്റും കൂടിയാണ് ഈ ഒരു പോകുന്ന വഴിക്ക്. ആര്യവേപ്പ് മരത്തിൻ്റെ വലിപ്പം കണ്ടില്ലേ? ഇവിടെ നമ്മുടെ നാട്ടിലെ പ്ലാവും മാവും വളരുന്ന പോലെയാണ് ഇവിടെ ആര്യവേപ്പ് വളരുന്നത്. ഇവിടുത്തെ ഒരു ക്ലൈമറ്റിന് പറ്റിയ മരമാണിത്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇതിൻ്റെ 2 ഇല കിട്ടാൻ വേണ്ടി നെട്ടോട്ട് ഓടുകയാണ്. കണ്ടില്ലേ എന്തൊരു വലിപ്പമാണ് ഒരു മരത്തിന്. വീണ്ടും നമ്മൾ ആ മനോഹരമായിട്ടുള്ള സ്ഥലത്തിലൂടെ മുന്നോട്ട് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ആഞ്ജനേയപട്ടയുടെ ഒരു കിടിലൻ വ്യൂ ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഇനിയും ഏറെക്കുറെ 1 കിലോമീറ്റർ ഉണ്ട് നടക്കാൻ. ഈ ഒരു ഗേറ്റ് പാസ് ചെയ്യുന്നതോടുകൂടി തന്നെ ഏറെക്കുറെ നമ്മൾ വിറ്റാല ടെമ്പിളിൻ്റെ അടുത്തേക്ക് എത്തും. എവിടെ നോക്കിയാലും നിറയെ വലിയ ആര്യവേപ്പിൻ്റെ മരങ്ങൾ. ഇതാണ് വിറ്റാല ടെമ്പിളിൻ്റെ ഒരു സൈഡ്. നമുക്ക് നേരെ മുന്നോട്ട് പോയിട്ട് അവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം ഉള്ളിലേക്ക് കയറാൻ. ഇതാണ് ഞാൻ പറഞ്ഞ ഇലക്ട്രിക് വണ്ടി. ഈ വണ്ടിയിൽ നമുക്ക് മെയിൻ റോഡ് വരെ പോകാൻ പറ്റും. നമ്മൾ മുൻവശത്തേക്ക് എത്തിക്കഴിയുമ്പോൾ തന്നെ ഇതാണ് വിറ്റാല ടെമ്പിളിൻ്റെ എൻട്രൻസ് ആയിട്ട് വരുന്നത്. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ തന്നെയാണ് ടിക്കറ്റ് കൗണ്ടർ ഉള്ളത്. 35 രൂപയാണ് ടിക്കറ്റ് വരുന്നത്. പക്ഷേ ഈ ടിക്കറ്റ് പ്രത്യേകത ഉണ്ട്. നമ്മൾ രാവിലെയാണ് ടിക്കറ്റ് എടുക്കുന്നതെങ്കിൽ ഇവിടെയുള്ള ഹംപിയിലുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ ഈ ഒറ്റ ടിക്കറ്റ് തന്നെ മതിയാവും. നമുക്ക് ഇത് വെച്ചിട്ട് ഒരു ദിവസം മൊത്തം കവർ ചെയ്യാം. ഒരു ദിവസം കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസം പുതിയ ടിക്കറ്റ് എടുക്കണം. അങ്ങനെ ടിക്കറ്റ് എടുത്ത് നമ്മൾ സാക്ഷാൽ വിറ്റാല ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. ഹംപിയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു അമ്പലമാണിത്. കയറുമ്പോൾ തന്നെ ഇതേപോലെ വിശാലമായൊരു മുറ്റമാണുള്ളത്. മുന്നിലുള്ള ഗോപുരത്തിൻ്റെ പല ഭാഗങ്ങളും നശിച്ചു പോയിട്ടുണ്ട്. എന്നാലും താഴേക്കൊക്കെ അത്യാവശ്യം പണിതെടുത്ത് വെച്ചിട്ടുണ്ട്. കംപ്ലീറ്റ് കല്ലുകളാണ് കേട്ടോ, വേറെ ഒന്നുമില്ല. കല്ലുകൊണ്ടാണ് ഈ കൊത്തി വെച്ചേക്കുന്നത് മുഴുവനായിട്ട്. ദാ ഈ കാണുന്നതാണ് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ സംഭവം. ഈ കാണുന്ന രഥം നിങ്ങൾ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഉണ്ടാവും. ഇത് നമ്മുടെ 50 രൂപ നോട്ടിൽ കാണുന്ന രഥമാണ്. ഈ ഒരു രഥം സ്ഥിതി ചെയ്യുന്നത് ഹംപിയിലെ വിറ്റാല ടെമ്പിളിൻ്റെ ഉള്ളിലാണ്. എത്രത്തോളം പ്രാധാന്യം ഉണ്ടാവുമല്ലേ ഹംപിയിലെ ഈ ഒരു രഥത്തിൻ്റെ ഫോട്ടോ ഇന്ത്യൻ നോട്ടിലൊക്കെ വരണമെങ്കിൽ. ഈ കാണുന്നതാണ് മ്യൂസിക്കൽ പില്ലേഴ്സ്. ഇതിൻ്റെ തൂണുകളിൽ കൊട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല ശബ്ദം ഉണ്ടാവും. പക്ഷെ ഇപ്പോൾ അത് നിരോധിച്ചിട്ടുണ്ട്. കാരണം ആൾക്കാർ ഈ നാണയം വെച്ചിട്ട് അതിൽ കൊട്ടി അത് പൊട്ടിപ്പോയി തുടങ്ങിയപ്പം ഇതിപ്പോൾ നിരോധിച്ചിരിക്കുകയാണ്.
കിടിലമായിട്ടാണല്ലേ വാസ്തുവിദ്യ ഉപയോഗിച്ച് ഇവരിത് നിർമ്മിച്ചെടുത്തത്. ഞാൻ ഹിസ്റ്ററി ഓഫ് ഹംപി എന്ന് പറഞ്ഞിട്ടിട്ടേക്കുന്ന വീഡിയോയിൽ പറഞ്ഞേക്കുന്ന പോലെ പോർച്ചുഗീസ് യാത്രികനായിട്ടുള്ള ഡൊമിംഗോ പൈസ് കണ്ടിട്ട് ഞെട്ടിപ്പോയൊരു അമ്പലമാണിത്. ഇതിൻ്റെ ഈ കൊത്തുപണികളെ കണ്ടിട്ടാണ് പുള്ളി ശരിക്കും ഞെട്ടിപ്പോയത്. എല്ലാം നശിപ്പിക്കപ്പെട്ടതിന് ശേഷവും ഇത്രയും പ്രൗഢിയോടെ ഇത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ യഥാർത്ഥ കാലത്ത് ഇത് ഏത് അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക, എത്ര മനോഹരമായിട്ടായിരിക്കും ഇത് അവരന്ന് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവുക. ഇവിടുന്ന് നേരെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ വലിയ വലിയ അറകളിലേക്കുള്ള ഒരു വഴിയാണ് നമ്മൾ എത്തുക. ഇങ്ങോട്ട് പോകുന്തോറും ഉള്ളിൽ ഭൂഗർഭത്തിലായിട്ട് ഇതുപോലെ കുറേ അറകൾ കാണാൻ കഴിയും. നമ്മൾ ശരിക്കും സഫോക്കേറ്റഡ് ആവും. ശരിക്കും വെളിച്ചം പോലും കയറാത്ത അത്രയും ഭീകരമായിട്ടുള്ള വലിയ അറകൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അവിടുന്ന് പുറത്തേക്കിറങ്ങി കഴിയുമ്പോഴത്തേക്ക് ഏറെക്കുറെ സൂര്യൻ നന്നായിട്ട് അസ്തമിച്ച് വന്നിട്ടുണ്ടായിരുന്നു. നല്ലൊരു ഗോൾഡൻ അവറാണ് നമുക്ക് അന്നേരം കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഈ കാണുന്ന ഓരോ നിർമ്മിതികളിലും ഓരോ തൂണിലും അത്രയും അധികം ആർട്ട് വർക്കുകൾ ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മളൊരു ദിവസം മുഴുവനായിട്ടിരുന്ന് കണ്ടാലും മതി വരാത്ത അത്രയും വർക്കുകളാണ് ഓരോന്നിൻ്റെ മുകളിൽ ഇവർ ചെയ്തു വെച്ചിരിക്കുന്നത്. അങ്ങനെ വളരെ പ്രശസ്തമായിട്ടുള്ള ഹംപിയിലെ വിറ്റാല ടെമ്പിളിൻ്റെ ഉള്ളിലെ കാഴ്ചകളെ കണ്ട് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. നേരെ തിരിച്ച് നമ്മൾ വന്ന വഴിയിലൂടെ തന്നെ വിരൂപാക്ഷ ടെമ്പിളിൻ്റെ മുന്നിലേക്കൂടെ പോയിട്ട് നമ്മൾ റൂമിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. പക്ഷേ സൺസെറ്റിൻ്റെ സമയത്തുകൊണ്ട് നല്ല ഭംഗിയുള്ള കാഴ്ചകളായിരുന്നു തിരിച്ചു പോകുന്ന വഴിയിൽ കാണാൻ പറ്റിയത്. ഈ കാണുന്ന ഒരു ആൽമരത്തിൽ നമ്മൾ തുണികളൊക്കെ കെട്ടിയിട്ടിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ പ്രാർത്ഥന ഫലിക്കുമെന്നൊക്കെയുള്ളതാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ഈ ആൽമരത്തിൽ നിറച്ച് ഇതേപോലെ തുണികൾ കെട്ടിയിട്ടിട്ടുണ്ട്. മഴക്കാലം കഴിഞ്ഞൊരു സമയമായിരുന്നുകൊണ്ട് തന്നെ ഈ കുളങ്ങളിലൊക്കെ നിറയെ കുളവാടുകൾ പൂത്തുവെപ്പുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചത് കേരളത്തിൽ മാത്രം കാണുന്നൊരു സാധനമാണെന്ന്. പക്ഷേ ഇവിടെയും ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. കുറച്ചുകൂടി മുന്നോട്ട് കഴിഞ്ഞപ്പോഴാണ് നെൽപ്പാടങ്ങൾ, വിശാലമായ നെൽപ്പാടങ്ങൾ കാണുകയാണ്. അങ്ങനെ ദൂരെ ഒരുപാട് മലകളും അതിൻ്റെ താഴ്വാരത്തായിട്ട് ഇതുപോലെയുള്ള വലിയ നെൽപ്പാടങ്ങളും. ഒരുപാട് ടൈം ഇവിടെ സ്പെൻഡ് ചെയ്ത് കേട്ടോ. ഞാൻ വീട്ടിലേക്കൊക്കെ വിളിച്ചതും വീഡിയോ കോൾ ചെയ്തതും ഒക്കെ ഇവിടെ നിന്നായിരുന്നു. നല്ലൊരു ആംബിയൻസ് ആയിരുന്നു ഈ സമയത്ത് ഇവിടെ. പക്ഷേ ഇവിടെ അധികം നേരം നമുക്ക് നിൽക്കാൻ പറ്റില്ല. കാരണം രാത്രി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ചീറ്റ് ഇറങ്ങുന്നൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ തിരിച്ച് റൂമിലേക്ക് പോകണം. പോകുന്ന വഴിക്ക് തന്നെ വിരൂപാക്ഷ ടെമ്പിളിൻ്റെ മുന്നിൽ തന്നെ തട്ടുകടയിൽ നിന്ന് ഒരു ചപ്പാത്തിയും കഴിച്ച് നേരെ റൂമിൽ പോയിട്ട് കിടന്നുറങ്ങി. നാളെ രാവിലെ എഴുന്നേറ്റിട്ട് നമുക്ക് ആഞ്ജനേയ ബെട്ട കാണാൻ വേണ്ടി പോകണം. അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ദിസ് ഈസ് മനശങ്കർ സൈനിങ് ഓഫ്.